ചോറ്റാനിക്കരയിൽ പോക്സോ കേസ് അതിജീവിതയെ വീടിനുള്ളിൽ അവശനിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതി അനൂപിനെ റിമാൻഡ് ചെയ്തു. ചോറ്റാനിക്കര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. ജാമ്യം തടയാൻ പോലീസ് കസ്റ്റഡി വേണമെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പെൺകുട്ടിയെ ലൈംഗിക ബന്ധത്തിനായി നിർബന്ധിച്ചുവെന്നും ചുറ്റിക കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചെന്നും പ്രതി മൊഴി നൽകി. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പെൺകുട്ടി ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ചോറ്റാനിക്കരയിലെ അതിക്രമത്തിനിരയായ പെൺകുട്ടിയുടെ വീട്ടിൽ പോലീസ് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി. പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചതായി പ്രതി സമ്മതിച്ചു. തുടർന്ന് ചുറ്റിക കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിക്കുകയും ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തെന്ന് പ്രതി മൊഴി നൽകി. പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. ശനിയാഴ്ച രാത്രി 11 മണിക്കാണ് ആൺസുഹൃത്ത് പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്നതും ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്നതും. പിന്നീട് കഴുത്തിൽ ഷാൾ കുരുങ്ങി ഗുരുതരമായി പരിക്കേറ്റ നിലയിലാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത്. പെൺകുട്ടി മറ്റൊരാളുമായി സംസാരിക്കുന്നുവെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതി അനൂപ് പെൺകുട്ടിയെ മർദ്ദിച്ചത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.